50 ലക്ഷം രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച കണ്ടശങ്കടവ് KSEBയുടെ തൃക്കുന്നത്ത് ശിവക്ഷേത്രത്തിന് സമീപമുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കുക, ആധുനിക രീതിയിലുള്ള ചാർജിംഗ് സംവിധാനം കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രണ്ടാം ഘട്ട പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ KK ബാബു, VG അശോകൻ, KB ജയറാം, റോബിൻ വടക്കേത്തല, KK പ്രകാശൻ, ജനപ്രതിനിധികളായ PT ജോൺസൺ, ബീന സേവ്യർ, പുഷ്പ വിശ്വംഭരൻ, ടോണി അത്താണിക്കൽ, മണ്ഡലം ഭാരവാഹികളായ ജോസഫ് പള്ളിക്കുന്ന്, CN പ്രഭാകരൻ, സ്റ്റീഫൻ നീലങ്കാവിൽ, VV ജോൺസൺ, R പീതാംബരൻ എന്നിവർ സംസാരിച്ചു. നിരന്തരമായ സമരം, അതിലൂടെ നിരന്തരമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ചിലപ്പോൾ ഇത് ശബ്ദം ശ്രമിക്കുന്ന നാട്ടുകാർക്ക് ഇത് വലിയ പ്രഹസനമായി വേണമെന്ന് തോന്നിയേക്കാം. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വർധനവ് വ്യാപകമായി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിന് ആവശ്യമായ ചാർജിംഗ് സ്റ്റേഷൻ എന്നത് രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് സംസ്ഥാന ഗവൺമെന്റിന് കീഴിലുള്ള കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ഇത്തരത്തിലുള്ള ചാർജിംഗ് സ്റ്റേഷൻ മണലൂർ നിയോജക മണ്ഡലത്തിൽ ഈ കണ്ടശാങ്കടാവ് ഈ തൃക്കുന്നത്ത് ക്ഷേത്ര പരിസരത്ത് ആരംഭിച്ചത്. നേരത്തെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ 50 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്ത് 50 രൂപയുടെ ഉപയോഗമില്ലാത്തൊരു സ്ഥാപനമായി മാറുമ്പോൾ അത് പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇത്തരത്തിലുള്ള സമര പരിപാടിക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രൂപം നൽകിയത്.